നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഡേ ഫോർ ഡേ. അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും അറിയായിരിക്കും അമ്മ ഒരു സ്കിൻ കെയർ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കും അല്ലേ. അമ്മയുടെ സ്കിൻ കെയർ ചലഞ്ച് എല്ലാം ഞാനും പതിവോടെ അമ്മ ചെയ്തു വെക്കുമ്പോൾ തന്നെ ഞാനും എടുത്ത് ഇടാറുണ്ട്, ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നത് അത്രയ്ക്ക് വരാതെ കുറയും, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അമ്മ ഇപ്പൊ സ്കിൻ കെയർ ചലഞ്ച് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അമ്മ ക്യാരറ്റ് ഓയിലിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഈ ക്യാരറ്റ് ഓയിൽ കൊച്ചു കൊച്ചുങ്ങൾക്കൊക്കെ ഇടാമോ, ടീനേജേഴ്സ് ഒക്കെ ഇടാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അല്ലേ. സോ അത് ഞാൻ വിചാരിച്ചു എന്റെ ചാനലിൽ ഇടാം. അപ്പൊ കൊച്ചുകുട്ടി, അപ്പൊ നിങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്കും ഇടാമോ ഇട്ടൂടെയോ എന്നൊക്കെ മനസ്സിലാവത്തില്ലേ. ഇത് വന്നിട്ട് 6 മാസം തൊട്ട് എത്ര വയസ്സ് എത്ര വയസ്സ് വേണമെങ്കിലും ഇടാം അല്ലേ. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഓയിലി സ്കിന്നിന് ഇടാം. പക്ഷെ ഓയിലി സ്കിൻ വന്നിട്ട് നിറയെ പിമ്പിൾസ് ഉള്ള ഓയിലി സ്കിൻ ആണെങ്കിൽ ഇടാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാൽ നിറയെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ ഓയിൽ പിന്നെ നമ്മുടെ സ്കിന്നിനകത്ത് അബ്സോർബ് ആയിട്ട് ആ പോർസിനകത്തൊക്കെ പോയിട്ട് പിന്നെ അഴുക്കിൻ്റെ കൂടെ ഫോം ആയിട്ട് ആ മിക്സ് ഒക്കെ ആയിട്ട് പിന്നെയും പിമ്പിൾസ് വരാൻ നിറയെ സാധ്യതയുണ്ട്. സോ ആ നിറയെ സാധ്യതയുള്ള കാരണം പിന്നെ ഓയിലി സ്കിന്നിൽ പിമ്പിൾ വരുന്നതാണെങ്കിൽ നമ്മൾ ഇടാൻ പാടില്ല. ഇട്ടാൽ പിമ്പിൾ കൂടത്തേ ഉള്ളതവരെ നമുക്ക് സ്കിന്ന് ഭയങ്കര ടോണാവത്തില്ല. ഓയിലി സ്കിൻ പക്ഷെ പിമ്പിൾ വരത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% യൂസ് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓയിലി സ്കിൻ എന്ന് ക്യാരറ്റ് ഓയിൽ ഇട്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല, സോപ്പ് ഇട്ട് കഴുകാൻ പാടില്ല. കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി ഇങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇട്ട് കഴുകാറുള്ളൂ. ബിക്കോസ് സോപ്പ് വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് ഡൾ ആവത്തേ ഉള്ളൂ, അല്ലാതെ ബ്രൈറ്റ് ആവത്തില്ല. ഈ ക്യാരറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നമുക്ക് അറിഞ്ഞൂടെ ക്യാരറ്റിൽ എത്ര വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്യാരറ്റ് കഴിച്ചാൽ തന്നെ നമ്മൾ വെളുക്കും, കണ്ണിനൊക്കെ നല്ല ഇതാണെന്നൊക്കെ പറയത്തില്ലേ. അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് ഓയിൽ നമ്മൾ ഫേസിന് യൂസ് ചെയ്താൽ ഗ്ലോ ആവും പറയുന്നത്. ഇന്ന് ഞാൻ വന്നിട്ട് ഈ ക്യാരറ്റ് ഓയിൽ, ഇതാണ് ക്യാരറ്റ് ഓയിൽ. ഈ ക്യാരറ്റ് ഓയിൽ എങ്ങനെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തുകൂടാ, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്യാരറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കണം. 1 hour എങ്കിലും വെക്കണം. 1 hour വെച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഫുൾ റിസൾട്ട് കിട്ടിയാലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് ഒരു ഇതുള്ളായിരിക്കും പ്രയോജനം. സോ ക്യാരറ്റ് ഓയിൽ ഇച്ചിരി എടുത്തിട്ട്, അയ്യോ നിറയായിപ്പോയി, എനിക്ക് നിറയായിപ്പോയി, ഇച്ചിരി എടുക്കാവൂ, ഞാൻ നിറയായിപ്പോയി. ഫസ്റ്റ് നമ്മൾ ഇവിടെ തേക്കാം. ഇവിടെയാണ് ഫസ്റ്റ് തേക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഫുൾ ആയാണ് ഞാൻ വിചാരിച്ച് കയ്യിലും കൂടെ തേച്ച് കാണിച്ചു തരാമേ നിങ്ങൾക്ക്. കയ്യിൽ ഇങ്ങനെ നല്ല ചുറ്റി നമ്മൾ കടലപ്പൊടിയൊക്കെ ഇടുമ്പോൾ, കടലപ്പൊടി കടലമാവ് പയറുപൊടി ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യത്തില്ലേ, നമ്മൾ അഴുക്കൊക്കെ പോകണമെന്ന് പറഞ്ഞ്. സോ അതേ പ്രൊസീജിയർ തന്നെ ഇതിലും. നല്ലപോലെ നമ്മളെ വിരലിലൊക്കെ കാണാം, ഇങ്ങനെ നല്ല വിരലിലൊക്കെ മോതിരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരി വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുവാണ്. ബിക്കോസ് കയ്യിലിടുന്ന മാതിരി എൻ്റെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, നിറയെ എടുത്തുകൊണ്ടാണ് കയ്യിലിടുന്നത്. നല്ല ചുരുട്ടി നമ്മളെ എൽബോലൊക്കെ ഇട്ട് കയ്യിലിട്ട് നിറയെ ഓയിൽ. ഇപ്പോൾ ഞാൻ എത്ര ഓയിൽ എടുത്തെന്ന് അറിയാമായിരിക്കും അല്ലേ. സോ കാലിൽ ഫുൾ ബോഡിയിലൂടെ നിങ്ങൾക്ക് ഇടാമേ. ഇപ്പോൾ ഞാൻ ഇച്ചിരി എടുത്തിട്ട് മുഖത്തിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇത് ആക്ച്വലി എവിടെ തീരണ്ടേന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ടല്ല കേട്ടോ പോണ്ടേ. ഇങ്ങനെ വന്ന് നമ്മൾ കാത് തൊടുന്ന മാതിരി, ഈ വിരല് നമ്മൾ ഈ മിഡിൽ ഫിംഗറില്ലേ അതിങ്ങനെ കാത് തൊടുന്ന മാതിരിയാണ് നമ്മളിങ്ങനെ പോണ്ടേ. ഇങ്ങനെ ഒരു 5 times ചെയ്യാം. മസാജിങ് വന്നിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഓയിലും കൂടെ ഭയങ്കര തൂങ്ങിപ്പോവും, സാഗാവും. സോ അതുകൊണ്ട് നമ്മളിതാ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ചിൻ പകുതിയിലിടാം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇച്ചിരി കൂടെ ഓയിൽ എടുക്കാം. ഓയിൽ തീർന്നു. ഇച്ചിരി ഓയിൽ എടുത്തിട്ട് നമ്മൾ ചിൻസിലിടണേ. നല്ല ചൂടാവട്ടെ ഓയിൽ, ഇച്ചിരി ചൂടായാൽ വന്നിട്ട് നല്ല ഇത് കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ ചിന്നിലിടാ ഇങ്ങനെ. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണ് നമുക്ക് ചെയ്യേണ്ടത്. 2 ക്ലോക്ക് വൈസും. പക്ഷെ ഭയങ്കരമായിട്ട് അമൃത്തല്ല, ഇച്ചിരി അമൃത്തിയാൽ മതി. ഇച്ചിരി അമൃത്തിയിട്ട് നല്ല നമ്മളെ കൊച്ചു സ്കിന്നല്ലേ, ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം, ഭയങ്കരമായിട്ട് അമൃത്തിയാൽ നമ്മുടെ സ്കിന്ന് വന്നിട്ട് ലൂസായി പോകത്തില്ലേ. സോ അതുകൊണ്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് മൂക്ക് ചെയ്യണം. മൂക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ റിംഗ് ഫിംഗർ ഇല്ലേ, നമ്മൾ ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇത് വന്നിട്ട് ഇവിടെ പോകണം. ഇവിടെ നമ്മളെ ഈ പൊട്ട് വെക്കുന്ന സ്ഥലമില്ലേ, പൊട്ട് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഈ വിരൽ വേദനിക്കും. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ. സോ
നമ്മളിവിടെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുന്ന മാതിരി ഇവിടെ ഇങ്ങനെയും ചെയ്യണം, മേളിലോട്ടും താഴോട്ടും. സോ എൻ്റെ മൂക്ക് കണ്ടാൽ എൻ്റെ മൂക്ക് ഇച്ചിരി വലിയ മൂക്കായിരിക്കും. സോ മൂക്ക് ഇതാ ഇങ്ങനെ നേരെ വരാൻ വേണ്ടിയും ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കോയിൽ തേക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയും. അടുത്തത് നമ്മൾ കണ്ണിൻ്റെ ചുറ്റാണ് തേക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ ചുറ്റിലും തേക്കാൻ പോവാണ്. വളരെ സ്ലോ ആയിട്ട് തേക്കണം. സ്ലോ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും നമുക്ക് കണ്ണിന്റെ ചുറ്റിൽ തേക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് കണ്ണിന്റെ താഴെ ഭയങ്കര സെൻസിറ്റീവ് ആണ് നമുക്ക്. സോ അമർത്താനേ പാടില്ല. ലൈറ്റ് ആയിട്ട് ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഫസ്റ്റ് ഒരു 5 ടൈംസ് കണക്ക് വെച്ചേക്കാം. നമുക്ക് കണക്ക് വെച്ചേക്കാം. ഇതൊരു ഇങ്ങനെ ക്ലോക്ക് വൈസ് ഒരു 5 ടൈംസ്, ആന്റി ക്ലോക്ക് വൈസ് ഒരു 5 ടൈംസും ചെയ്തിട്ട് ചെയ്യാം. സോ ഇങ്ങനെ ക്ലോക്ക് വൈസ് 5 ടൈംസ് 1 2 3 4 5, ആന്റി ക്ലോക്ക് വൈസ് പിന്നെ 5 ടൈംസ് 1 3 4 5 ഞാൻ മുമ്പേ ചെയ്തായിരുന്നു. സോ പിന്നെ മൂക്ക് 1 2 3 4 5 1 2 3 4 5. ഇനി കണ്ണിന്റെ ചുറ്റി 1 2 3 4 5 1 2 3 4 5. മോളിപ്പോ ഫാസ്റ്റ് ആയിട്ടാ ചെയ്യുന്നത്. വളരെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ എന്തിനാ ഫാസ്റ്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കാണിക്കുക എളുപ്പം. ഭയങ്കര ലെങ്ത് ആയി പോകുന്നില്ല ഇവിടെ, അപ്പൊ നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് നെറ്റിയിൽ തേക്കാം. നെറ്റിയിൽ നമ്മൾ മോസ്റ്റ്ലി പൗഡർ ഒക്കെ വയ്ക്കത്തില്ലേ, നെറ്റിയിൽ തേക്കുന്നകത്ത് കുഴപ്പമില്ല. ബിക്കോസ് നമുക്ക് സാഗ് ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. സോ ഇങ്ങനെ ഈ വശം 1 2 3 4 5 1 2 3 4 5. സോ ഇവിടെ മുഖം ഫുള്ള് നമ്മൾ തേച്ച് തീർന്നേക്കുവാണ്. നമ്മൾ കഴുത്തി തേക്കാം. അടുത്തത് എന്തോ തേച്ചാലും കഴുത്തിനും കൂടെ തേക്കണം. അല്ലെങ്കിൽ കഴുത്തി തേച്ചില്ലെങ്കിൽ മുഖം വേറെ കളറും കഴുത്ത് വേറെ കളറുമായി പോവും. സോ കഴുത്തി എങ്ങനെയാന്ന് പറഞ്ഞാൽ മേളിലോട്ട് തേക്കണേ. ഇങ്ങനെ മേളിലോട്ട് കഴുത്തിന് ബാക്കിലും തേച്ചേ കേട്ടോ. 1 2 3 4 5 1 2 3 4 5. എന്നിട്ട് 1 2 3 4 5. വോയിസ് ബോക്സ് ഇവിടെ അല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ആവുന്നു. 3 4 5. സോ ഇത്രയേ ഉള്ളൂ. ക്യാരറ്റ് ഓയിൽ നമ്മൾ ഫുൾ മുഖത്തും തേച്ചേക്കുവാണ്. കൈ മുഖം എല്ലാം കാലിലും കൂടെ തേക്കാം. ഒരു കുളിക്കുന്ന ഒരു 1 hour മുമ്പ് ഇച്ചിരി ടൈം എടുത്ത് ചെയ്താൽ മതി. ഭയങ്കര എഫക്റ്റീവ് ആണ്, ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ 1 hour അത് വലിയ വിഷയമല്ല. എന്തെങ്കിലും ഫോണൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാമേ. 6 months ബേബി തൊട്ട് എത്ര വയസ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ പ്രസ് ചെയ്യുക. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാൻ നോക്കും.